Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. The waiting no English class waiting Yes. Yes. Yeah, good afternoon. So the way English class means second hour last class so last class English strength okay, good afternoon to all once again. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു Fine, ma'am. സുഖാണ് ഓക്കെ And how is it going? ഇംഗ്ലീഷാണ് ഇപ്പൊ എന്റെ ഒപ്പം ചങ്ങാതിയാണ് അപ്പൊ അല്ലെ ഇത് സംസാരിച്ചിട്ടേ ഞങ്ങൾ പോകുള്ളൂ ഓക്കെ പെട്ടെന്ന് എന്തോ നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് പെട്ടെന്ന് നമ്മുടെ പോർഷൻസ് ഒക്കെ തീർത്തിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ശ്രദ്ധിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എംഫാറ്റിക് ആൻഡ് റിഫ്ലെക്സീവ് പ്രോണ രണ്ടും കംപ്ലീറ്റ് ചെയ്തതാണ് ആൻഡ് നെക്സ്റ്റ് വൺ കണ്ടു കൊടുത്തോളൂ കേട്ടോ demonstrative pronoun. Demonstrative pronoun. Demonstrative pronouns are used to point out someone or something. നമ്മൾ point out ചെയ്ത് പറയില്ലേ അവൻ അത് എന്റെയാണ് this is my pen ഇത് പേന എന്റെയാണ് this is my pen അത് point out ചെയ്ത് പറയുന്നതാണ് നമ്മൾ ചിലപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും ഈ പേന എന്റെയാണ് എന്ന് പറയുന്നത് അല്ലെ സോ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊണൗൺസ് ആണ് പ്രോണൗൺ ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസ് എന്ന് പറയുന്നത് കീവേർഡ്സ് ഏതൊക്കെയാണ് this these that those this is my pen these are my pens എന്താ പറയാ these are my kids എന്ന് പറയുന്നത് okay അപ്പോൾ this these that those they are demonstrative pronouns which used to point out to someone or something in specific. Okay, clear? മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ നോട്ട് ചെയ്തിരിക്കും കേട്ടോ ഓക്കെ കഴിഞ്ഞോ എഴുതിയോ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാറുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ലൈവ് ക്ലാസ് മാത്രമാണോ കാണുന്നത് അല്ലെങ്കിൽ റെക്കോ ക്ലാസ് കാണാറുണ്ടോ നിങ്ങള് നമ്മുടെ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്ന കാണാറുണ്ടോ റെക്കോ ക്ലാസ് കാണാറുണ്ടോ എല്ലാവരും ഇംഗ്ലീഷ് ക്ലാസ് കണ്ടിട്ടില്ല ബാക്കി ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷ് ക്ലാസ് അല്ല ബാക്കി എല്ലാ ക്ലാസ്സും കാണാറുണ്ട് യെസ് ഓക്കെ എന്റെ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ക്ലാസ് കണ്ടിട്ടുണ്ടോ ലാസ്റ്റ് ക്ലാസ് കണ്ടിരുന്നു എന്തോ ലാസ്റ്റ് ക്ലാസ് കണ്ടിരുന്നു ഈ ബാച്ച് ആണോ ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ബാച്ചിന്റെ ക്ലാസ് കാണാനുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടോ ഇല്ല എനിക്ക് എവിടെ സമയമല്ലേ കാണാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചോദിച്ചാണേ അതായത് ഇപ്പോ നിങ്ങളുടെ 24th ബാച്ച് ആണ് സോ നിങ്ങൾ 24th ബാച്ചിന്റെ ക്ലാസ് മാത്രമാണോ അല്ലെങ്കിൽ 23 ഒക്കെ കാണാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇല്ല ഇല്ലല്ലോ ഇത് കാര്യമല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിന്റെ കാണാൻ ഇനിയിപ്പോ ഞാനിത് പറഞ്ഞത് കൊണ്ട് എല്ലാ ബാച്ചിന്റെയും ക്ലാസ് പോയി കാണണം ഓക്കെ
ജസ്റ്റ് ചോദിച്ചാണേ. ഓക്കെ, ക്ലിയർ ആയോ? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്താണ് ക്ലിയർ ആയോ? ചോദിക്കാൻ കാരണം വേറെ ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ മെസ്സേജ് കണ്ടു, അപ്പൊ ഫ്രണ്ട് ഓഫീസ് എടുത്തു, ഫ്രണ്ട് ഓഫീസിനെ കുറിച്ച് മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. അതില്ല, വിട്ടേക്കു, എല്ലാം മറന്നു, ചുമ്മാ ചോദിച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്താണ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് അല്ലെ. ദിസ്, ഇത്, these, ഇവ, that, അത്, those, അവ അല്ലെ. അപ്പോ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കീവേഡ്സിനെ അല്ലെങ്കിൽ പ്രോണൗൺസ് നമ്മൾ പറയുന്ന പേരാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി എന്താ നെക്സ്റ്റ് വൺ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ മീൻസ് എന്തൊക്കെയാണ്? കീവേഡ്സ് പഠിച്ചാലും മതി, അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഡെഫിനിഷനോ കാര്യമോ ഒന്നും പഠിക്കണ്ട. കീവേഡ്സ് എന്തൊക്കെയാ പറയാ? ഈച്ച്, ഐദർ, നൈദർ. ഓക്കെ, these pronouns are the first persons of things one at a time. അതായത് പേഴ്സണെയോ തിങ്സിനെയോ സൂചിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോനൗൺസ് ആണ്, പക്ഷെ ഇത് സിംഗുലർ ആയിരിക്കും. ഓക്കെ, സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൺഫ്യൂഷൻ ആകെയുള്ളൂ, വിട്ടേക്കും. സിംഗുലറിന്റെ കാര്യമൊക്കെ ഞാൻ ടെൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാട്ടോ. ഇപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്താണെന്ന് മനസ്സിലാക്കും. കീവേഡ്സ് മാത്രം പഠിക്കും കേട്ടോ. ഈച്ച്, ഐദർ, നൈദർ, ഈ 3 കീവേഡ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിൽ വരുന്നത്. ഓക്കെ, ഈച്ച് എന്താണ്? ഈച്ച് മീനിങ്സ് എന്താ? ഈച്ച് മീൻസ് പറ, ഈച്ച് എന്താ? ഈച്ചിന്റെ മീനിങ് എന്താ? ഓരോന്നും ഓരോരുത്തർ. ഓരോന്നും, ഈച്ച് ഓരോന്നാണ്. അങ്ങനെയാണെങ്കിൽ ഐദർ മീനിങ് അറിയാത്തൊരു എഴുതി വെക്കും കേട്ടോ. അല്ലെങ്കിൽ ഐദർ ഒന്നുകിലാണ്, ഒന്നുകിൽ. ഓക്കെ, ഒന്നുകിൽ. യു ക്യാൻ ടേക്ക് ഐദർ these two. ഏതെങ്കിലും നിനക്ക് എല്ലാവരും എടുക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നൈദർ, ഐദർ ആണ് ഒന്നുകിൽ. ഈച്ച് ഓരോന്നും, ഐദർ ഒന്നുകിൽ, നൈദർ അല്ലെങ്കിൽ. അല്ലെങ്കിലോ? അല്ലെങ്കിലാണോ? ഒന്നെങ്കിൽ. അതുമില്ല ഇതുമില്ല. ഒന്നുകിൽ ഐദർ ആണ് കേട്ടോ, ഐദർ ആണ് ഒന്നുകിൽ. ഓക്കെ, നൈദർ എന്ന് പറയുമ്പോ എന്താ പറയും? ഒന്നില്ലെങ്കിലും. ആരില്ല എന്നുള്ള മീനിങ്സ്. കൺഫ്യൂഷൻ ആയോ? അതും അല്ലെങ്കിലും. ഒന്നുമില്ല എന്നുള്ളൊരു മീനിങ് ആണല്ലേ നെയ്തർ ഓഫ് ദം. ഈച്ച് ഓരോന്നും, ഐദർ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പൊ ഐദർ ഓഫ് ദം ഈസ് എ ഗുഡ് പ്ലെയർ, ഐദർ ഓഫ് ദം ഈസ് എ ഗുഡ് പ്ലെയർ. രണ്ടിലും ഒരാൾ ഗുഡ് പ്ലെയർ ആണ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഇത് ഒരാൾ ഐദർ. നൈദർ ആണെങ്കിലോ? നൈദർ ഓഫ് ദം ഈസ് എ ഗുഡ് പ്ലെയർ. ഒന്നുമില്ല, രണ്ടുമല്ല, അതാണ് രണ്ടുമല്ല. ഓക്കെ, നൈദർ എന്ന് പറയുന്നത് രണ്ടുമല്ല കേട്ടോ, അതും ഇതില്ലാത്തില്ല. നൈദർ ഓഫ് ദം ഈസ് എ ഗുഡ് പ്ലെയർ. അത് രണ്ടുപേരും നല്ല കളിക്കാരല്ല എന്നാ പറയുന്നത്. ഓക്കെ, ഹിയർ ഈച്ച് ഓരോന്നും, ഐദർ ഒന്നെങ്കിൽ, നൈദർ രണ്ടുമല്ല. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. കീവേഡ്സ് മാത്രം പഠിക്കാം. ഞാൻ സിംഗുലറും പ്ലൂറലും കൂടെ പറഞ്ഞാല് ആകെ കൺഫ്യൂഷൻ ആവും. പിന്നെ പറയാം. പിന്നെ ടെൻസ് എടുക്കുന്ന സമയത്ത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. ഇൻഡിഫിനൈറ്റ് പ്രോണൗണില് നമ്മൾ പറയാറില്ലേ, നോ വൺ, നോ നൺ, എനിബഡി, നത്തിങ്, സംബഡി, എനിബഡി.
nobody, ഇതെല്ലാം എന്താണ് indefinite pronoun ആണ്. Indefinite pronouns refers to persons or things in general. General ആയിട്ട് common ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. They do not point out anyone or anything in particular. Particular ആയിട്ടൊന്നും ഇത് പറയില്ല, common ആയിട്ട് തന്നെ പറയും. Okay. അപ്പൊ none, anybody, anything, everyone, somebody, nobody, everybody, somebody, ഇതൊക്കെ എന്താണ് indefinite pronouns ആണ്. ഒരുപാടുണ്ട് കേട്ടോ. ഇതും കൈൻഡ് ഓഫ് സിംഗുലർ ആണ്. പറഞ്ഞുതരാം, അന്നേരം സിംഗുലറിനെ കുറിച്ച് പറയേണ്ടി വരും. സോ ആ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. കീവേഡ്സിൽ എഴുതി വെക്കും കേട്ടോ. None of them is that. One must do one's duties. Some are born with. Everyone practice for the dance. Anything is impossible. Everything is going as planned. അത് ആ പറയുന്ന കുറച്ച് വേർഡ്സ് ആണ് ഡിഫറെന്റ് പ്രോണൗൺ. ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിനേ ഇല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ മോണ്ടിസോറി സ്റ്റുഡൻസ് ആയിരുന്നെങ്കിൽ ഞാൻ ഇതിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താണ്. കാരണം അവർക്ക് അതെല്ലാം ആവശ്യമാണ്, അവർക്ക് എക്സാം ഉണ്ട്. സോ നമുക്ക് അതിൽ കുറച്ചുകൂടെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നൊക്കെ മോണ്ടിസോറി സ്റ്റുഡൻസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, ഇത്രയോ. കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? Demonstrative, distributive and indefinite. ഈ മൂന്ന് pronouns നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ക്ലിയർ ആയി? Demonstrative, distributive, indefinite pronoun. Complete ആണ്. Next one is a reciprocal pronoun. Reciprocal pronoun. Each other, one another. Reciprocal pronoun. This pronoun is used when two or more people do the same thing. ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാർ ഒരേ സമയം ഒരേ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, അല്ലെ? അതായത് ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാർ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോണൗൺ ആണ്. ഈച്ച് അതർ, വൺ അനദർ. കീവേഡ്സ് എടുക്കുള്ളൂ കേട്ടോ. പ്രോണൗൺ റേറ്റിംഗ് കൊടുക്കുക, ദെൻ കീവേഡ്സ് എടുക്കുക. Each other, one another. രണ്ടും ഏകദേശം സെയിം മീനിങ് തന്നെയാണ്. അന്യോന്യം, പരസ്പരം എന്നൊക്കെ പറയാം. Okay, is it finished? And the next one is the interrogative pronoun. Interrogative. Okay. ഇതൊരു കഴിയും പറയൂ കേട്ടോ.
Okay, കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് ചെയ്താടാ ഇന്റർഗേറ്റീവ് പ്രോണൗൺ. ഇന്റർഗേറ്റീവ് പ്രോണൗൺ എല്ലാവരും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. WH ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, what are you doing? What is that? Okay. And then what, where, what, which, who's a interrogative bottom. They are also called the WH pronouns. This pronoun is used to ask the questions. Okay, the pronouns using the question because these are the question words, WH questions. Can also call interrogative pronoun. മിസ്സേ ഹൗ ഇന്ററോഗേറ്റീവ് പ്രോനൗൺ ആണോ? How ആണ് ഇന്റർഗേറ്റ് ചെയ്യാൻ പറ്റാം. കാരണം ഇത് പ്രോണൗണിനെ ബേസ് ചെയ്തിട്ടല്ല വരുന്നത്. പ്രോണൗണിനെ ബേസ് ചെയ്തിട്ട് വരുമ്പോ ഒന്നില്ലെങ്കിൽ ഒരാൾക്കാരെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനോ ആയിരിക്കും. അപ്പൊ ഹൗ എന്ന് ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണോ, എങ്ങനെയെന്നൊരു ചോദ്യമാണ്. എങ്ങനെയെന്നൊരു ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരുന്നത് നൗണോ പ്രോണൗണോ ആയിരിക്കില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ അത് ഇന്റർഗേറ്റീവ് പ്രോണൗണിൽ പെടുന്നതാണ്. പക്ഷെ WH ക്വസ്റ്റൻ ആണ്, പക്ഷെ ഇന്റർഗേറ്റീവ് പ്രോണൗൺ അല്ല എന്ന് മാത്രം. ഇപ്പൊ വാട്ട് ചോദിക്കുമ്പോ എന്തെങ്കിലും വസ്തു ആയിരിക്കും വരാം. വിച്ച് ചോദിക്കുമ്പോഴും ഒരു വസ്തുവാണ് വരാം. വസ്തു വന്നു വന്നാലും അത് നൗൺ ആണ്, അല്ലെ? നൗൺ ആയിട്ടാണ് വരാം. ഹൂ ആണെങ്കിൽ ഒരാളുടെ പേരോ അല്ലെങ്കിൽ പ്രോണൗൺ ആയിട്ട് വരുമ്പോ അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നൗണോ പ്രോണൗണോ ആൻസർ ആയിട്ട് വരുന്നെങ്കിൽ മാത്രമാണ് അത് ഇന്റർഗേറ്റീവ് പ്രോണൗണിൽ പെടുത്താൻ പറ്റും. അപ്പോ who, whose, which, that, whose, that അല്ല whose, that ക്വസ്റ്റ്യൻ അല്ലല്ലോ. അപ്പൊ ഇത്രയും WH ക്വസ്റ്റ്യൻ വേർഡ്സ് മാത്രമാണ് ഇന്റർഗേറ്റീവ് കേട്ടോ. ക്ലിയർ ആയോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? താങ്ക് യു മിസ്സേ. കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? The last one. Relative pronoun. Relative pronoun എന്ന് പറയുന്നത് നമുക്ക് ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസിലേക്ക് കണക്ട് ചെയ്യും, റിലേറ്റ് ചെയ്യും. ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. Okay, relative pronouns are used as a relative to relate one part of the sentence to another part. Number first part, first sentence is second sentence matter relate ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന word ആണ് relative pronoun. Okay, നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എക്സാമ്പിൾ പഠിക്കാം. Okay. ശ്രദ്ധിക്കേണ്ടത് ഈ pronouns relative pronoun യൂസ് ചെയ്യുന്നത് after the noun. This pronoun is used after the noun. Noun ശേഷമായിരിക്കുമ്പോൾ ഈ പറയുന്ന relative pronoun നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം കേട്ടോ.
ഞാൻ ടെക്സ്റ്റ് ചെയ്യാവേ, എഴുതിയെടുക്കണേ. എന്നിട്ട് നമുക്കത് പഠിക്കാം. അല്ലാതെ എക്സാമ്പിൾ അല്ലാതെ പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എഴുതി കേട്ടോ. A book dash you have me is mine. The girl dash is studying is my sister. She's the girl that she has been studying. This is my father dash father. Sorry. This is my friend dash father is a soldier. Okay, ready to go now. Okay, the book dash you have me is mine. You have me is mine. How many that give me and the book that you give me is mine. ഓക്കെ, ഇവിടെ ഒരു ഡാഷ് കണ്ടോ? ആ ഡാഷ് ഫില്ല് ചെയ്യണം. ഡാഷ് ഫില്ല് ചെയ്യേണ്ടത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ കേട്ടോ. സെന്റൻസ് വായിച്ചു നോക്കാം. സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് ആ സെന്റൻസിൽ എന്താണ് ഒരു സബ്ജക്ട്? ഏതൊരു സെന്റൻസിലും സബ്ജക്ട് ഉണ്ട്. അപ്പോ ഈ നമ്മൾ പറഞ്ഞിപ്പോ ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് ബുക്ക് ഡാഷ് യു ഹാവ് മീ ഈസ് മൈൻ എന്ന് പറഞ്ഞ സെന്റൻസിലെ സബ്ജക്ട് ഏതാണ്? പറയൂ. Which is the subject we use in the sentence? Subject ഏതാണ്? You. No. The ഈ book. sentence എന്തിനെ കുറിച്ചാ പറയുന്നേ? The book. ബുക്കാണ് അല്ലെ? ബുക്കിനെ കുറിച്ചാ പറയുന്നത്. ബുക്ക് എന്താണ്? സബ്ജക്ട്. ബുക്ക് എന്താ? Noun. Okay. Common pronoun. ഒരു തിങ് ആണോ? ഹ്യൂമൻ ബീയിങ് ആണോ? എന്താണ്? അല്ലെ? ജസ്റ്റ് ഒരു തിങ്. ബുക്ക് എന്ന് പറയുന്നത് ലൈഫ്ലെസ് തിങ് ആണ്, ജസ്റ്റ് ഒരു തിങ് ആണ്, നൗണും കൂടിയാണ്. ഓക്കെ, നൗൺ ആയതുകൊണ്ടാണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ബുക്ക് എന്താണ്? ഒരു തിങ് ആണ്. ബുക്ക് തിങ് ആയതുകൊണ്ട് തന്നെ റിലേറ്റീവ് പ്രോണൗൺസ് ഏതൊക്കെയാണ്? ഏത് വെച്ചിട്ടുണ്ടോ? റിലേറ്റീവ് പ്രോണൗൺസ് ഏതൊക്കെയാ? That, when, why, what, whom. വൈ ഇല്ല കേട്ടോ. when, why ഇല്ല.
വഴിയില്ല. വഴിയിലുണ്ട്. ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് നോട്ടില് അത്രയൊന്നും ഇല്ല, ഒന്നുമില്ല. മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്യാവേ. അത് മാത്രമേ ഉള്ളൂ റിലേറ്റീവ് പ്രോണം. ഏതൊക്കെയാണെങ്കിൽ which, that, who, whose, sometimes where വരാറുണ്ട്. പ്ലേസ് ചോദിക്കുമ്പോ പേര് വരും. കാരണം പ്ലേസ് ഒരു നൗണിൽ പെടുന്നതാണ്, അപ്പൊ പേര് വരും കേട്ടോ. അപ്പൊ which, that, who, whose, where. വെന്നില്ല. വെന്നില്ല, വൈയില്ല, ഇതൊന്നും ഇല്ല കേട്ടോ. ഇത് റിലേറ്റീവ് പ്രോണോണേ അല്ല, നമുക്ക് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. which, that, who, whose, where. ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രോണൗൺസ്. ഓക്കെ, അപ്പോ വിച്ചും ദാറ്റും നമ്മൾ യൂസ് ചെയ്യുന്നത് തിങ്ങിന് വേണ്ടിയും ഹൂസ് യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിന് വേണ്ടിയും വേറെ യൂസ് ചെയ്യുന്നത് പ്ലേസിന് വേണ്ടിയാണ്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോ ഫസ്റ്റ് നമ്മുടെ സെന്റൻസ് ദ ബുക്ക് ദാറ്റ് യു ഹാവ് മീ ഈസ് മൈൻ എന്ന് പറയുന്ന സെന്റൻസ് ദ ബുക്ക് ആണ്. ബുക്ക് ലൈഫ് എസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് റിലേറ്റീവ് Which അല്ലെങ്കിൽ that ഉപയോഗിക്കാം. Yeah. Which or that. Which or that. Which അല്ലെങ്കിൽ that യൂസ് ചെയ്യാം കേട്ടോ. മിസ്റ്റേക്ക് ഒന്നും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. The book which you have me is mine. The book that you have me is mine എന്ന് പറയും. ഓക്കെ, അപ്പോ തിങ്സ് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് which അല്ലെങ്കിൽ that യൂസ് ചെയ്യാം. അപ്പൊ സെന്റൻസിൽ സബ്ജക്ട് ഏതാണെന്ന് നോക്കുക, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ആ സബ്ജക്ട് പറയുന്നത് നോക്കുക. അതിനുശേഷമാണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ ആഡ് ചെയ്യുന്നത്. റിലേറ്റീവ് പ്രോണൗൺ എപ്പോഴും വരുന്നത് നൗണിന് ശേഷമായിരിക്കും. ദ ബുക്ക് എന്ന് പറയുന്നത് നൗണാണ്, അതിന് ശേഷമാണ് റിലേറ്റീവ് പ്രോണൗൺ വരുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത സെന്റൻസ് ഏതാണ്? ദ ഗേൾ ഈസ് സ്റ്റഡിയിങ് ഈസ് മൈ സിസ്റ്റർ. ഇവിടെ സബ്ജക്ട് ഏതാണ്? The girl. The girl. ദ ഗേൾ ആണ്. അപ്പൊ നമ്മൾ ഏത് റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യണം? Who. ഹൂ ആണോ, ഹൂം ആണോ, ഹൂസ് ആണോ? Whose. Who. ഇവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. ഹ്യൂമൻ ബീങ്സ് വന്നാല് ഏത് യൂസ് ചെയ്യാന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ഹൂ ആണോ, ഹൂസ് ആണോ, ഹൂം ആണോ അറിയില്ല. അപ്പോ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് തീർക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു ട്രിക്കാണ്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ട്രിക്കാണ്. ഞാൻ കണ്ടുപിടിച്ചാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. വേറെ എന്തെങ്കിലും ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാനത് ക്ലാസ്സിൽ പറയാൻ വിചാരിച്ചു. എല്ലാവരും അങ്ങനെ പറയുന്നത്. അതായത് ദ ഗേൾ ആണ് സബ്ജക്ട്. ദ ഗേൾ ആൻസർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിന് ചോദിക്കണം. ചോദിക്കാൻ പറ്റുമോ? അറിയൂ. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റാം. സെന്റൻസ് അതിന്റെ മീനിങ് എന്താണ്? ആ പെൺകുട്ടി, ആ പഠിക്കുന്ന ആ പെൺകുട്ടിയാണ് എന്റെ സിസ്റ്റർ, അല്ലെ? പഠിക്കുന്ന സിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഏതാണ്, അല്ലെ ആരാണ് ചോദിക്കാൻ പറ്റില്ലേ? ആരാണെന്ന് ചോദിക്കാൻ പറ്റും നമുക്ക്. അതൊക്കെ പോട്ടെ. ഹൂവിന്റെ മീനിങ് എന്താ? ഹൂ ആര്. ഹൂസ് ആരുടെ. 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 ഹൂ ആരെ. ആര്. ഓക്കെ, ഇത്രയും മലയാളം. ഇവിടെ ചോദിക്കാണ് പഠിക്കുന്ന സിസ്റ്റർ ആരാണ്, ആരാണ് എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയാണ് എന്ന് പറയാം. പറ്റുമോ? പറ്റും. അപ്പൊ ആരാണ് എന്നുള്ള ചോദ്യത്തിന് എന്താണ്? ആര്. Who. Who ആണ്. Yeah. അപ്പൊ who is the relative pronoun we can use there? Okay, who. The girl who is Studying. the girl My sister. who is studying is my sister. My sister. പഠിക്കുന്നത് ആരാണോ അതാണ് എന്റെ സിസ്റ്റർ. ഇത്രയേ ഉള്ളൂ. Next, she is the girl that shall help you study. ഇവിടെ എന്താ പറയാ?
ഞാൻ ഇതിലെ ഹെൽപ്പ് ചെയ്തത് ഈ പെൺകുട്ടിയാണ് എന്നാ പറയുന്നത്. ഇവിടെയാണ് ഞാൻ ഇതിനെ ഹെൽപ്പ് ചെയ്തത്. എന്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും? സബ്ജക്റ്റ് ആൻസർ ആയിട്ട് വരണം. ഉമ്മ. ഹോം വരും. ആരെയാണ് നീ ഇന്നലെ സഹായിച്ചത് എന്ന് ചോദിക്കാലോ അല്ലെ? ആരെയാണ് നീ ഇന്നലെ ഹെൽപ്പ് ചെയ്തത്? Whom ആണ്? She is the girl whom I helped yesterday. Who? Okay. Then this is my friend that is a soldier. ഇതെന്റെ ഫ്രണ്ട് ആണ്. ഈ ഫ്രണ്ടിന്റെ അച്ഛനാണ്. അച്ഛൻ സോൾജിയർ ആണ്. ഇതെന്റെ ഫ്രണ്ട് ആണ്. ഫ്രണ്ടിന്റെ അച്ഛൻ സോൾജിയർ ആണ്. അപ്പൊ എന്താ ചോദിക്കാൻ പറ്റാ? ആരുടെ അച്ഛനാണ് സോൾജർ? ആരുടെ അച്ഛനാണ് സോൾജിയർ ഇരിക്കുക? അപ്പൊ റിലേറ്റീവ് പ്രൊനൗൺ ഏത് വരും? ഹൂസ്. ഹൂസ് വരും. സിംഗിൾ. ഇത്രയേ ഉള്ളൂ. ഇനി കണ്ടുപിടിക്കാൻ. ഓക്കെ, എളുപ്പമല്ലേ? ഈസി ആണോ? സെന്റൻസിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ആക്ടിവിറ്റി തരാം. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കട്ടോ. എഴുതിരിച്ചോളൂ. ഞാൻ പറയാം. ഞാൻ ടെക്സ്റ്റ് കേട്ടോ, എഴുതിരിക്കണേ. ലാസ്റ്റ് ആൻസർ പറയാം. She is the man. He is the man that I met yesterday. A passport that is out of date is invalid. She is an artist that work I really admire. That's the man Dash house was burned down. The person that on the breast. The man that she's talking to me is a doctor. This is the girl that lives near my house. The pen that I bought yesterday.
Tell me the name of the boy that you want to marry. This is the house that I grew up. Okay, ഇത് ആൻസർ ചെയ്യാം കേട്ടോ. എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ശേഷം ഓരോരുത്തരായിട്ട് നമ്പേഴ്സ് ഇട്ടിട്ട് എനിക്ക് ആൻസർ മാത്രം ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, ഫസ്റ്റ് ഇതാണ് ആൻസർ, സെക്കൻഡ് ആൻസർ, അങ്ങനെ എത്ര ഉണ്ട്? 10 ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഒരുമിച്ച് ആൻസർ ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ആൻസർ മാത്രം മതി, ഫുള്ള് സെന്റൻസ് ടൈപ്പ് ചെയ്യണമെന്നില്ല. ആൻസർ മാത്രം ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യും. എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്താൽ മാത്രമാണെങ്കിൽ ആർക്ക് മനസ്സിലാവാനുണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, സോ ടെക്സ്റ്റ് യുവർ ആൻസർ. പെട്ടെന്ന് ചെയ്യാമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ഓക്കെ,
സെൻഡ് ചെയ്യാൻ പറ്റും മാം ആൻസർ? ഓക്കെ, പറയൂ നജുവ. ആരും ടൈപ്പ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സെൻഡ് ചെയ്യണോ അതോ പറയണോ? സെൻഡ് ചെയ്തോളൂ. എല്ലാവരും ചെയ്യൂ കേട്ടോ. പെട്ടെന്ന് ചെയ്യുക, അതിനുശേഷം നമുക്ക് ആൻസർ പറയാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യുമോ? 3 പേര് മാത്രമേ ടെക്സ്റ്റ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാവരും ചെയ്തു കേട്ടോ. എല്ലാം ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് ആവാനല്ല പറഞ്ഞ, ടെക്സ്റ്റ് ചെയ്യാനാണ്. ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ലെഫ്റ്റ് ചെയ്തു. ഓക്കെ, ചെയ്യുന്നുണ്ടാവാനും ഞാൻ ആൻസർ പറയും. ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും? ചെയ്യുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. Okay, so an answer. First one, he's the man that she met yesterday. He's the man that she met yesterday. ആരെയാണ് കണ്ടത്? അല്ലേ? He's the man whom I met yesterday. He's the man whom I met yesterday. ആൻസർ ചെക്ക് ചെയ്യാം. കറക്റ്റ് ആണ് ഇത് ചെക്ക് ചെയ്യാം. A passport that is out of date is invalid. Passport ആണ് നമുക്ക് ചോദിച്ചാൽ യൂസ് ചെയ്യാവുന്നതാണ്. Then she's an artist that dash work I really admire. ഞാൻ ആൻസറിൽ എഴുതി ഹൂസ് എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ചെയ്തപ്പോ ഹൂസ് വന്നില്ല. Whose ആണ് ആൻസർ വരാം. She is an artist whose work I really admire. Then that's the man whose house was burned down. Whose ആണ് ആരുടെ വീടാണ്? Whose house was burned down. The person who won the race. The person who won the race. Who ആണ്? The man who is talking to me is a doctor. Who? Okay. This is the girl who lives near my house. Lives near my house. The pen that I bought yesterday. Which I bought or that I bought yesterday. Tell me the name of the boy that you want to marry. നീ ആരെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് അതിന്റെ പേര് പറയാനാ പറയുന്നത്. ആരെയാണ്? So who? Tell me the name of the boy whom you want to marry. Okay.
This is the house where I live. അപ്പൊ വേറെ എങ്ങനെയാ വരുന്നത് മനസ്സിലായോ? This is the house where I live. ഞാൻ എവിടെയാണോ വളർന്നത് എന്റെ വീടാണ്, വീട്ടിലാണ് ഞാൻ വളർന്നത്. അതാണ് പേര്. അപ്പൊ ഇതാണ് പ്രോണൗൺസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുണ്ട്, സിമ്പിൾ ആണോ? പഠിച്ചു എല്ലാവരും? ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഓക്കെ ആണോ? അപ്പൊ നൗണും കഴിഞ്ഞു, പ്രോണൗൺ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ക്ലാസ്? Miss, 7th one. This is the girl dash lives near my house. Whom ആണോ? Whose ആണോ? Who ആണോ? This is the girl who won. Who, okay. ആതിര എന്താ ടെക്സ്റ്റ് ചെയ്തേ? Whom ആണല്ലേ? എന്തായിരുന്നു നമ്പേഴ്സ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നയൻത് one അല്ലല്ലോ, 7th one. Who ആണല്ലോ, കറക്റ്റ് ആണല്ലോ. Ma'am, second one, a passport dash is out of data is the date is invalid. Other answer എന്തുവാ? പാസ്പോർട്ട് എന്താ? അതൊരു Passport ആണ്. thing. തിങ്കളല്ലേ? അപ്പൊ എന്താ യൂസ് ചെയ്യണ്ടേ? That or which. Okay. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് പറയൂ? ഓക്കെ ആണോ? നൗൺ പ്രോണൗൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. How's your feeling now? കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കൺഫ്യൂഷൻ റിലേറ്റീവ് ആണ് കൺഫ്യൂഷൻ വരും. നമുക്ക് കുറച്ചുകൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ എക്സാമ്പിൾസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അതർവൈസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്? യെസ്. ബാക്കിയെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടോ? പഠിപ്പിച്ചു തരുന്നുണ്ട്, നിങ്ങൾ പഠിക്കണം. ഓക്കെ, കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യാൻ പറ്റും നോക്കാം, പഠിക്കാം. പ്രണൗൺ എന്ന് പറയുന്ന അറിയാമല്ലോ, നമ്മുടെ വ്യക്തിയെ പ്രണൗണിന് പകരം നമ്മൾ വ്യക്തിക്ക് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രണൗൺ. അപ്പൊ അതിന് പകരം നമ്മൾ റിലേറ്റീവ് എന്ത് പ്രണൗൺസിനെ നമ്മൾ 9 ടൈപ്സ് ഓഫ് പ്രണൗൺസ് പഠിച്ചു. സോ ഇതെല്ലാരും ബേസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ആയിരിക്കും. നൗണോ നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രണൗൺ അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ 9 പ്രണൗൺസും റിലേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിനെയോ തിങ്സിനെയോ ആയിരിക്കും. സോ ആ കൈൻഡ് ഓഫ് നൗൺസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രണൗൺസ് ആയിരിക്കും നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് വേണ്ടി പറയാലോ. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് അല്ലേ എല്ലാവരുടെയും? ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം. Let's wind up today's class. Okay, thank you all. See you on next class. Okay, bye. Okay, thank you ma'am, bye bye.